ഹണിറോസിന്റെ വസ്ത്രധാരണം പ്രകോപനപരവും പ്രലോഭനപരവുമാണെന്നുള്ള വിമർശനം വരുന്നതിനെ ഹണിറോസ് പോസിറ്റീവായി എടുക്കണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. അതെങ്ങനെയാണ് സാർ ഇപ്പോൾ ഈ പ്രലോഭനപരമായിട്ട് പ്രകോപനമാവുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഹണിറോസിന്റെ പരിപാടിക്ക് ഓടിക്കൂടുന്നവർ ഹണിറോസിന്റെ പ്രസംഗം കേൾക്കാനാണോ ഓടിക്കൂടുന്നത്? ഹായ്, ഹണിറോസ് വരുന്നു, ഇന്ന് ഹണിറോസ് വിജ്ഞാനപ്രദമായ വേദാന്ത സാരം നമുക്ക് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹം 100% ഒരു പോയിന്റാണ് പറഞ്ഞത്. പോയിന്റ് പറയുന്നവർ ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം എന്തായാലും രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് പോയി പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഇന്നലെ ഹണിറോസ് കൊണ്ട് കേസ് കൊടുത്തിട്ട് അത് പോലീസിന് തന്നെ അറിയാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ചിന്തിച്ചിട്ടുണ്ടാവും. അദ്ദേഹം വേറെ ബാഡായിട്ടൊന്നും സംസാരിച്ചില്ല, ദ്വയാർത്ഥങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെ ചെയ്യണമെന്നുള്ളത് പറയുന്നു, അത് വിമർശിക്കും. നമ്മൾ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്, മനസ്സിലേ. അപ്പോൾ പിന്നെ അത് അവർ പറയും. നിങ്ങൾ വേറെ പാട്ടൊന്നും പറഞ്ഞില്ല, ആ രീതിയിൽ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അത് വലിയ സംഭവങ്ങളാക്കി. എനിവേ, നിങ്ങൾ എത്ര പേര് രാഹുൽ ഈശ്വറിൻ്റെ ഈ പോറ്റിനോട് യോജിക്കുന്നുണ്ട്? യോജിക്കുന്നവർക്ക് കമൻസ് ചെയ്യാം, യോജിക്കാത്തവർക്ക് കമൻസ് ചെയ്യാം. വേറൊരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, നോക്കിക്കോളൂ. ഹാഷ്മിക്ക് ഹണിറോസിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഹാഷ്മി ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണണം. ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമിതമായി പ്രദർശിപ്പിക്കുന്നതാണ്. ഞങ്ങൾ സാധാരണക്കാരാണ്. ഹാഷ്മി ഒരു പക്ഷേ മറ്റേ സിദ്ധനായിരിക്കും, ഹാഷ്മി യോഗിയായിരിക്കും. ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട്. തോന്നാറുണ്ട്. ഒരു സാധാരണക്കാർക്കും ആരോഗ്യ പ്രശ്നമാണ്.